ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എനിക്കത് അനുവദിക്കാൻ പറ്റില്ല പത്മ. എന്റെ മകനൊരു ലൈഫ് പാർട്ട്ണറെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മദ്യപാനത്തിനൊരു കൂട്ടല്ല. മിത്ര ഇത്തരത്തിലൊരു പെൺകുട്ടിയാണെന്ന് നമ്മുടെ മക്കൾ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ താൻ പ്രതികരിക്കാതിരുന്നത്? നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെങ്കിൽ താൻ അവിടെ ചെന്ന് നോക്ക്. കുടിച്ചു കുഴഞ്ഞ് നൃത്തം ചെയ്യുന്ന അവളെ തനിക്ക് നേരിട്ട് കാണാം. അങ്ങനെ ഒരുത്തിയാണോ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറേണ്ടത്? മമ്മിക്ക് ഇതൊന്നും കാര്യമല്ല ഡാഡി. വിശ്വനാഥൻ സാറിന്റെ പണവും പദവിയും മാത്രമാണ് മമ്മി നോക്കുന്നത്. സൂര്യയുടെ ലൈഫ് നേരെയാക്കി എടുക്കുന്നതിനെ കുറിച്ച് മമ്മിക്ക് ചിന്തയേയില്ല. അത് മാത്രമല്ല, അവൾ ഈ കാണിക്കുന്ന അഹങ്കാരം എന്താണെന്ന് അറിയോ മമ്മിക്ക്? നാളെ മുതല് നമ്മളുടെ രണ്ടുപേരുടെ സ്ഥാനം അവൾക്ക് താഴെയായിരിക്കുന്നു പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുക അവള്. പത്മ, താനെന്താ ഒന്നും പറയാത്തത്? ഇപ്പോ ഈ നിമിഷം ഇത് സ്റ്റോപ്പ് ചെയ്യാം. വിശ്വനാഥനെ വിളിച്ച് കാര്യം പറയാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് എന്റെ മകന്റെ ലൈഫാണ് പ്രശ്നം. അതാർക്കും തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അയാളെ വിളിക്കാൻ പോവാ. പറ്റേ, എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. മുഴുവൻ സമയവും മദ്യപിക്കുന്ന നമ്മുടെ മകനെ ഒരു പെൺകുട്ടിയെ തേടുമ്പോ നമ്മൾ എന്താ മനസ്സ് ചിന്തിക്കുന്നത്? ആ പെൺകുട്ടിയുടെ വരവോടെ അവനെ മാറ്റിയെടുക്കാൻ പറ്റൂന്നല്ലേ? അതെന്താ അവളുടെ കാര്യത്തിൽ ചിന്തിച്ചാൽ? സൂര്യയെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ മിത്രയെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ടുപറ്റില്ലേ? ബെസ്റ്റ്. മമ്മി എന്താ ആളുകളെ നന്നാക്കി എടുക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോവാണോ? ഇന്ദ്രജ, ഈ വിവാഹത്തിന് നീ തടസ്സം നിൽക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, വിശ്വനാഥൻ സാറിന്റെ കുടുംബത്തിന് പോലും. അതുകൊണ്ട് നീ ഇതിൽ സംസാരിക്കണ്ട. നമ്മുടെ മുഴുകുടിയനായ മകനെ ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മദ്യപിക്കുന്ന ശീലമുള്ള അവരുടെ മകളെ ഉൾക്കൊള്ളാൻ നമുക്കും പറ്റണം. മാറുമെങ്കിൽ അവർ ഒന്നിച്ചു മാറും. അല്ലെങ്കിൽ പിന്നെ വിധിയെന്ന് കരുതി രണ്ടുപേരും വിട്ടേക്കാം നമുക്ക്. അതെനിക്ക് പറ്റില്ല എന്നാ ഈ പറഞ്ഞത്. മക്കളുടെ വിഷയത്തിൽ ഒരു പരീക്ഷണം നടത്താൻ എനിക്ക് താല്പര്യമില്ല. എങ്കിൽ പിന്നെ വിളിച്ചു പറയും. കുറച്ചു മുന്നേ സൂര്യ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞത് മുഴുവനും നിങ്ങൾ കേട്ടതാണല്ലോ. അയാൾ അയാളുടെ സ്വാധീനവും പാർട്ടി ബലവും ഒക്കെ പറഞ്ഞപ്പോ വിറങ്ങടിച്ച് നിന്ന് നിങ്ങൾ എല്ലാരും കൂടെ ആയിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അവസാന മണിക്കൂറിൽ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞ നമ്മൾ ആരെങ്കിലും അയാൾ ബാക്കി വെച്ചേക്കോ? പറയേ. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ആരുടെ വാക്ക് കേട്ടിട്ടാണെങ്കിലും മിത്രേ നമ്മുടെ കുടുംബത്തിൽ ചേർക്കാവുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹം നടത്തണമെന്ന് പറയുന്നത്. ഇതിലൊരു മാറ്റവും ഇല്ല. നാളെ രാവിലെ സൂര്യ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിന് നിങ്ങൾ ആരും കൂട്ടുനിന്നില്ലെങ്കിലും എന്റെ മകൻ എനിക്ക് കൂട്ടുനിൽക്കുന്ന എനിക്ക് നല്ല വിശ്വാസമാണ്.